ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയ്ക്ക് ഇപ്പോൾ രക്ഷകയായി വന്നിരിക്കുന്നത് സുഭദ്രയാണ്. അർച്ചനയും ബാക്കിയുള്ളവരെയും ഉപദ്രവിക്കാൻ വന്ന എല്ലാവരെയും തന്നെ സുഭദ്ര അടിച്ചൊതുക്കിയിരിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം സുഭദ്രയും അർച്ചനയും ഗംഗയും പാർവതിയും തമ്മിൽ സംസാരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അഞ്ജലിയോട് പറഞ്ഞിരിക്കുകയാണ് അവർ. നിങ്ങൾ 3 പേരും വിചാരിച്ചാൽ അവിടെ പോയി അർച്ചനയുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല സുഭദ്രെ, എന്തായാലും ഞങ്ങൾ അവിടെ പോകും. ഇവൾ സച്ചേട്ടനെ രക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെ ഗംഗ പറയുമ്പോൾ പാർവതി പറയുന്നുണ്ട്, അർച്ചനയുടെ വിഷമം കണ്ട് കൂടെ കൂടിയതാണ് ഞാൻ. എന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതെന്ത് തന്നെയായാലും ഇവളുടെ കൂടെ ഞാനും ഉണ്ടാകും. അർച്ചന സുഭദ്രയോട് പറയുന്നുണ്ട്, സുഭദ്രയോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഞങ്ങളെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന്. എന്റെ സച്ചേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അതിന് സാധിക്കുമെന്ന്. അതിന്റെ സൂചനകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് സമയം കളയണ്ട, നമുക്ക് വേഗം ഒരു ടാക്സി വല്ലതും വിളിച്ച് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം എന്നെ ഗംഗ പറയുമ്പോൾ സുഭദ്ര പറയുന്നു, പക്ഷേ ഇനിയും നിങ്ങൾ റോഡ് വഴി പോയാൽ അവിടെ എത്തുന്നത് വരെ ഇനിയും നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും കാണും. അതുകൊണ്ട് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു വഴി എന്ന് പറയുമ്പോൾ എന്ന് പാർവതി ചോദിക്കുന്നു. പിന്നെ ഞാൻ കണ്ടത് കാടിനുള്ളിലൂടെയുള്ള ഒരു നടവഴിയാണ്. ഇത് കേട്ട് സുഭദ്ര പറയുന്നു, നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ കാടിനകത്തേക്ക് കയറാം. അതുവഴി പോയാൽ നിങ്ങളെ ആരും കാണില്ല, പക്ഷേ അപകടം ധാരാളമുള്ള വഴിയാണത്. കാടിനുള്ളിലെ ഭീകരതയും കുത്തൊഴുക്കുള്ള പുഴയും ഒക്കെ കടന്നു വേണം പോകാൻ. സുഭദ്ര പറഞ്ഞ വഴി പോകുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു, പക്ഷേ പുഴയൊക്കെ കടക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്ന് അർച്ചന പറയുമ്പോൾ സുഭദ്ര പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്ന വഴി ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ വലതുവശത്തുള്ള വഴിയിലൂടെ പോയാൽ കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും പുഴയിൽ ഇറങ്ങാതെ നിങ്ങൾക്ക് അവിടെ എത്താം. എന്തായാലും ആ നടവഴി തന്നെ പോകാം. പാർവതിക്ക് ആ വഴി കാണാം എന്നല്ലേ പറയുന്നത്, ബാക്കി പിന്നെ ആലോചിക്കാമെന്ന് ഗംഗ പറയുന്നു. എന്നാൽ ഞങ്ങൾ പോവുകയാണ്. എന്റെ സച്ചേട്ടനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ എന്ന് സുഭദ്രയും പ്രാർത്ഥിക്കണം. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരും പോകുന്നു. ഒരു നിമിഷം സുഭദ്ര ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗംഗ എന്നെ വിളിച്ചു. ഞാൻ വരാം നിങ്ങളുടെ കൂടെ എന്ന് സുഭദ്ര അവരോട് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് 3 പേരും. ഇതേ സമയം സ്നേഹയുടെ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ സ്നേഹയെ കൂട്ടുകാരികൾ താഴേക്ക് കൊണ്ടുവരുന്നു. സ്നേഹയെ ആ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ നന്ദനും സേതുവിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവന്തികയും അവിടെ തന്നെയുണ്ട്. ഏട്ടന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ദിവസം. അതാണ് ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടും ഏട്ടൻ പുറകോട്ട് പോകാതെ മുന്നിൽ തന്നെ നിന്ന് ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. എന്റെ മനസ്സിൽ നിന്റെ മനസ്സിൽ 1-2 വിഷമങ്ങൾ ഉണ്ട് എന്ന് ഏട്ടൻ അറിയാം. മുഹൂർത്തത്തിന് മുമ്പ് സച്ചിയും സന്ദീപും അവിടെ ഉണ്ടാകും. എന്ത് എതിർപ്പ് പറഞ്ഞാലും നിന്റെ വിവാഹത്തിന് അവർ വരാതിരിക്കില്ല. അതുകൊണ്ട് മോള് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ എന്നൊക്കെ നന്ദൻ അവരോട് പറയുന്നുണ്ട്. ഇതേസമയം ധനുഷും വിവാഹ വേഷത്തിൽ അവിടേക്ക് വന്നിരിക്കുന്നു. സന്തോഷത്തോടെ ഇപ്പോൾ ധനുഷിനെ എല്ലാവരും നോക്കുന്നുണ്ട്. വിവാഹ ചെറുക്കനും എത്തിയല്ലോ. ഈ വേഷത്തിൽ നിങ്ങൾ 2 പേരും ഒന്ന് അടുത്ത് നിന്നെ അച്ഛനൊന്ന് കണ്ണ് നിറയെ കാണട്ടെ എന്നൊക്കെ ധനുഷിനോടും സേതുമാധവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ധനുഷും സ്നേഹയും ഒന്നിച്ചു നിൽക്കുന്നു. ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തവരാണ് നിങ്ങൾ, ആർക്കും അത് പിരിക്കാൻ പറ്റില്ല. സച്ചിയും സന്ദീപും അവിടെ വരുമെന്ന നന്ദന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാനും നിൽക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നന്ദ, ഇറങ്ങാനുള്ള സമയമായോ എന്നൊക്കെ സേതു നന്ദനോട് ചോദിച്ചപ്പോൾ ആയി മോളെ, ആയി അച്ഛാ. മോളെ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന സ്നേഹയോട് നന്ദൻ പറയുന്നുണ്ട്. നന്നായി വരും, എൻ്റെ മക്കൾക്ക് നല്ലതേ വരുമെന്ന് സേതു അവരെ അനുഗ്രഹിച്ചു. ഏട്ടൻ്റെ അനുഗ്രഹം വാങ്ങാനും പറയുന്നു. ഇപ്പോൾ 2 പേരും അവരുടെയും നന്ദനെയും അനുഗ്രഹം വാങ്ങി. നന്ദനും മനസ്സ് തുറഞ്ഞ് 2 പേരെയും അനുഗ്രഹിച്ചു. എന്നാൽ ഇനി സമയം കളയണ്ട എന്ന് അവന്തിക പറയുന്നു. നമുക്ക് ഇറങ്ങിക്കൂടെയെന്നും ചോദിക്കുന്നു. നമുക്കിറങ്ങാം എന്ന് സേതു പറഞ്ഞു. അവർ പോകാൻ നേരം അനഘ അവിടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, സ്നേഹയെ അവന്തികയുടെ അനുഗ്രഹം വാങ്ങുന്നില്ലേ എന്ന്. സ്നേഹ അങ്ങോട്ടേക്ക് പോയപ്പോൾ അനഘ പറയുന്നുണ്ട്, ധനുഷും ചെല്ലെ 2 പേരും കൂടി വേണ്ടേ അനുഗ്രഹം വാങ്ങാൻ? ചെല്ലെ എന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ അരികിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ധനുഷും സ്നേഹയും അവന്തികയുടെ അനുഗ്രഹം വാങ്ങി. 2 ആളെയും ഈശ്വരൻ അനുഗ്രഹിക്കും. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ധനുഷിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. എല്ലാ കാലത്തും ഒരുപോലെ സന്തോഷമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്നും അവന്തിക അവരോട് പറഞ്ഞു. എന്നാ പിന്നെ ഇറങ്ങാം, വാ, സമയമായി എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും പോകുന്നു. പിന്നിൽ നിൽക്കുകയാണ് ധനുഷ്. അവന്തിക ഏറ്റവും പിന്നിലായിരുന്നു. ഇപ്പോൾ ധനുഷ് അവന്തികയെ ഒന്ന് നോക്കുന്നുണ്ട്. ഒട്ടും ഇഷ്ടമില്ലാതെ അവന്തിക ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണ്. ഒന്നും പറയാതെ തന്നെ ധനുഷ് അവരുടെ കൂടെ പോകുന്നു. എന്നാൽ അവന്തിക എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫോണിൽ നോക്കി പുഞ്ചിരിയോട് നിൽക്കുകയാണ് അവന്തിക. ഇതേ സമയം കാട്ടുവഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ 4 പേരും.
അഞ്ജലിയും പാർവതിയും ഗംഗയും അർച്ചനയും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വഴി പോയാൽ കാടിനുള്ളിലേക്ക് എത്താം, എല്ലാവരും സൂക്ഷിക്കണം, പല അപകടങ്ങളും നിറഞ്ഞ വഴിയാണിത് എന്നൊക്കെ സുഭദ്ര പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം വാ എന്ന് പറഞ്ഞ് ഗംഗ ഇപ്പോൾ അവരോട് പറയുകയും 4 പേരും പോവുകയും ചെയ്യുന്നു. ആ കെട്ടിടത്തിൽ സച്ചിയെ കെട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ സച്ചി മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പാറയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് 4 പേരും. അവിടേക്ക് എത്തിയപ്പോൾ ചെറിയൊരു കാവ് പോലെ ഒന്ന് കാണുന്നുണ്ട്. ഒരു വിഗ്രഹം അവിടെ ചെറിയ രീതിയിൽ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്, പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അർച്ചന. ബാക്കി 3 പേരും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. അവർ 4 പേരും വീണ്ടും മുന്നോട്ടേക്ക് നടക്കുന്നു. ഈ മല കയറി അപ്പുറത്തിറങ്ങണം. കാണുന്നത് പോലെ നിസ്സാരമല്ലാതെ നടക്കുന്ന വഴിയിൽ ധാരാളം ഇഴജന്തുക്കളുണ്ട്. ഓരോ ചുവടും നോക്കി വെക്കണം. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലമാണിത് എന്നൊക്കെ സുഭദ്ര പറയുമ്പോൾ ഗംഗ പറയുന്നു, ഏതായാലും നമ്മുടെ മുന്നിൽ ഈ വഴിയല്ലേ ഉള്ളൂ, നമുക്ക് മുന്നോട്ട് നടക്കാം. അതെ, ഇത്രയും നേരം നമുക്കൊന്നും പറ്റിയില്ലല്ലോ, അതുപോലെ ആവുള്ളൂ ഇനിയും, വാ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് പാർവതി തന്നെ മുന്നിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പിന്നിലാണിപ്പോൾ അർച്ചന. എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, എന്നാലും അവർ മുന്നോട്ടേക്ക് നടക്കുന്നു. 3 പേരും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അർച്ചന അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അർച്ചന നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് അർച്ചന തെന്നി താഴേക്ക് പോകുന്നത്. അർച്ചന എന്ന് പറഞ്ഞ് 3 പേരും അവിടേക്ക് വന്ന് നോക്കുന്നു. താഴ്ഭാഗത്തേക്ക് ഇപ്പോൾ ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചതുപ്പിൽ വീണിരിക്കുന്നു. മുകളിൽ നിന്ന് നോക്കുവാണ് 3 പേരും. അർച്ചനയ്ക്ക് പെട്ടെന്ന് കയറി വരാൻ സാധിക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവർ ആലോചിച്ച് നിൽക്കുന്നു. അവിടേക്ക് നോക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന്. വേണ്ട നിൽക്ക് എന്നൊക്കെ അർച്ചന പറയുന്നു. എന്നാൽ അവിടേക്ക് കയറുമായി മറ്റൊരാൾ വന്നിരിക്കുന്നു. അത് വന്ദനയാണ്. വന്ദന ആ കയർ അർച്ചനയ്ക്ക് എറിഞ്ഞു കൊടുത്തു. 4 പേരും ആ കയറിൽ ഇപ്പോൾ മുറുകി പിടിക്കുന്നുണ്ട്. അർച്ചന ആ കയറിൽ പിടിച്ച് കയറാൻ തുടങ്ങുന്നു. വളരെ കഷ്ടപ്പെട്ട് അർച്ചന കയറിൽ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. 4 പേരും ശക്തിയായി വലിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർച്ചനയെ 4 പേർക്കും രക്ഷപ്പെടുത്താൻ സാധിച്ചു. എല്ലാവരും സംശയത്തോടെ വന്ദനയെ നോക്കുമ്പോൾ വന്ദന പറയുന്നു, ഞാൻ വന്ദന, നിങ്ങൾ ഇവിടെ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ വന്ദന പറയുന്നു, നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്നില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ആയിരവലി ക്ഷേത്രമുണ്ട്, അവിടെ ഞാൻ തൊഴാനായിട്ട് വന്നതാണ്. നിങ്ങൾ 4 പേരും ഈ വഴി നടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നീട് നിലവിളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അപകടത്തിലായെന്ന്. അതാണ് ഞാൻ ഓടി വന്നത് എന്നും പറയുന്നു. അല്ല, നിങ്ങൾ ഇതുവഴി എവിടേക്കാണ് പോകുന്നത്, അതും ഇത്രയും റിസ്ക് എടുത്ത് എന്നൊക്കെ വന്ദന പറയുമ്പോൾ പാർവതി പറയുന്നു, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവൾ അർച്ചന ഇവളുടെ ഭർത്താവിനെ ആരോ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ വന്ദന ചോദിക്കുന്നു, പിടിച്ചു വെച്ചിരിക്കുന്നോ, എന്തിന്? അവിടെ ഉണ്ടായ കാര്യം വന്ദനയോട് പറയുകയാണ് അവർ. എല്ലാം കേട്ട ശേഷം വന്ദന പറയുന്നു, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അർച്ചനയ്ക്ക് സച്ചിയെ രക്ഷിക്കാനാകും. എന്നാലും അർച്ചന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള ഓരോ പ്രതിസന്ധിയും ഓരോരുത്തർ രക്ഷിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അവസാനം ഈ ഞാനും. അതുകൊണ്ട് ഇനി സമയം കളയാനില്ല, നമുക്ക് വേഗം പോകാമെന്ന് വന്ദനയും പറയുന്നു. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് വന്ദന ചോദിക്കുന്നു. ഒരു ബന്ധവുമില്ലാതെ നിങ്ങൾ അർച്ചനയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഞാൻ മാത്രം നിങ്ങളോടൊപ്പം വരാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വന്ദന ചോദിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ തിരികെ പോയാലും എനിക്ക് സമാധാനം കിട്ടില്ല, അതുകൊണ്ട് ഞാനുണ്ട് ഇനിയുള്ള യാത്രയിൽ ബാ എന്ന് പറഞ്ഞപ്പോൾ 5 പേരും സച്ചിയെ രക്ഷിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.